യൂണിവേഴ്സിറ്റി എക്സാം ഹാളിൽ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഫസ്റ്റ് ക്ലിനിക്കൽ എസ്സേൻ്റെ ഡയഗ്നോസ് തെറ്റിപ്പോയെന്ന്. പടച്ചോനെ പോയില്ലേ. പക്ഷെ പേടിക്കാനൊന്നുമില്ല. ഒരു എസ്സേൻ്റെ ക്ലിനിക്കൽ ഡയഗ്നോസ് തെറ്റിയെന്ന് വെച്ചിട്ട് ആരും ഒരു എക്സാമിന് പൊട്ടിയിട്ടൊന്നുമില്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബാക്കി ഒരു പേപ്പറും പഠിക്കാൻ തോന്നില്ല, ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ക്ലിനിക്കൽ എസ്സേനും അതിൻ്റെ ഡയഗ്നോസിലേക്ക് എത്താൻ വേണ്ടി സ്പെസിഫിക് ആയിട്ട് 3 to 4 പോയിന്റ്സ് ഉണ്ടാക്കും. അപ്പോൾ അതിന് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മാത്രം മതിയോ? കാരണം ഇപ്പം നിങ്ങൾ യൂണിവേഴ്സിറ്റി എഴുതുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഫ്രഷ് എസ്സേ എത്തുമ്പം, എസ്പെഷ്യലി കഴിഞ്ഞ തവണയൊക്കെ ചോദിച്ച മാതിരി ഒരു പുതിയ ന്യൂ ക്ലിനിക്കൽ ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നമ്മൾ അവിടുന്ന് പതറിപ്പോകരുത്. കാരണം നമ്മൾ ഓൾറെഡി കണ്ടൊരു ക്വസ്റ്റ്യൻ ആയിരിക്കണം നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് ഫോവിയ കേരളത്തിലെല്ലാ മെഡിക്കൽ കോളേജിൽ നിന്നും എല്ലാവരെയും കളക്ട് ചെയ്ത ഒരു സെറ്റ് ഓഫ് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങൾ ഈ ഫോവിയ പവർ പാക്ക് എസ്സേ ബുക്ക് എന്ന ബുക്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതിൽ ഒരുപാട് ന്യൂ വെറൈറ്റീസ് ഓഫ് ക്ലിനിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലാത്ത എസ്സേ ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇത് ഞങ്ങൾ ഫോവിയ പവർ പാക്ക് ഷെഡ്യൂളിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഡേ അതിൻ്റെ ടോപ്പിക്ക്, അതിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട യുണീക്ക് എസ്സേസ്, അതിന് ഡീറ്റെയിൽ സൊല്യൂഷൻ ആപ്പിൽ അവൈലബിൾ ആണ്. സോ കൂടുതൽ ഡീറ്റെയിൽസിന് ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.